നമസ്കാരം. പിണറായി വിജയന്റെ മകളുടെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് പിണറായി താമസിക്കുന്ന വാടക വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയും അതേക്കുറിച്ചുള്ള പൊതുസമൂഹത്തിന്റെ പ്രതികരണവും തുടരുകയാണ്. മനസ്സോടെയാണ് CPIM പിണറായിക്ക് വേണ്ടി രംഗത്തിറങ്ങിയത്. എന്നിട്ടും ഗുണ്ടാ സംഘത്തേക്ക് ഇറക്കിയാണ് അത്യാവശ്യം ആളെ തികച്ചത്. പിണറായിയുടെ കണ്ണൂരിലെ വസതിയിൽ റെയ്ഡ് നടക്കുമ്പോൾ കഷ്ടി 1000 പേരെ അവിടെ എത്തിക്കാൻ കഴിഞ്ഞുള്ളൂ. ചുറ്റിനും ഒരു 25 പാർട്ടി ഗ്രാമങ്ങളെങ്കിലുമുണ്ട്. പിണറായിയുടെ വീട്ടിൽ മോഡിയുടെ പോലീസ് കയറിയാൽ തീർച്ചയായും ലക്ഷങ്ങൾ അണിനിരക്കേണ്ടതാണ്. ഇതാണ് CPMന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പാർട്ടി ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇമേജ് നഷ്ടപ്പെട്ടു പോയ പാർട്ടി അംഗങ്ങൾ പോലും വെറുത്ത പിണറായിയെ എങ്ങനെയും വീണ്ടും ലബ്ധപ്രതിഷ്ഠനാക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു പ്രതികരണമൊക്കെ. എന്നാൽ അതൊന്നും ഏശില്ല. സാമാന്യ ബോധമുള്ള മനുഷ്യർ നിയമത്തിന്റെ വഴിക്ക് പോവട്ടെ. പാർട്ടിക്കെതിരെ എന്ത് ബന്ധം? മകൾ അച്ഛൻ്റെ പേരിൽ കള്ളപ്പണ ഇടപാട് നടത്തിയതിനെ പാർട്ടി എന്ത് പിഴച്ചു എന്ന് ചോദിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട 2 പ്രതികരണങ്ങൾ കൂടി ചർച്ച ചെയ്യാതിരിക്കുന്നത് അനുചിതമായതുകൊണ്ട് അവയിലേക്ക് കിടക്കാം. ഞാൻ മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ച UNDPയുടെ പ്രധാനപ്പെട്ട പദവികളിലിരുന്ന പ്രമോദ് കുമാർ എഴുതിയ കുറിപ്പിന് പിന്നിൽ കൃത്യമായ ഒരു സാമ്പത്തിക ശാസ്ത്രമുണ്ട്. എങ്ങനെയാണ് കള്ളപ്പണ ഇടപാട് മീൻ കച്ചവടത്തിൻ്റെ മറവിൽ നടത്തുന്നത് എന്ന് വ്യക്തമായി പറയുന്നു. കള്ളപ്പണം എന്ന് പറയുമ്പോൾ മനസ്സിലാവാത്തവർക്ക് വളരെ വ്യക്തമായി ലളിതമായി പ്രമോദ് കുമാർ വിശദീകരിച്ചിരിക്കുന്നത് കേൾക്കുക. എൻ്റെ അച്ഛൻ അഴിമതി രാജാവായ ഒരു രാഷ്ട്രീയക്കാരനാണ് എന്ന് വയ്ക്കുക. ധാരാളം പണം കൈക്കൂലി കിട്ടും. പക്ഷെ കാശായെ വാങ്ങാനാവൂ, അല്ലെങ്കിൽ പിടിവീഴൂലേ. അഴിമതി പണം ദിവസവും വന്ന് കുമിഞ്ഞുകൂടുകയാണ്. ക്വാറിക്കാരും ദുബായിൽ നിന്നുള്ള ഷോപ്പിംഗ് കോംപ്ലക്സുകാരും വികസനം നടത്തുന്ന കോൺട്രാക്ടർമാരുമൊക്കെയാണ് 20% റേറ്റിലാണ് പണം കൊടുക്കുന്നത്. ഈ പണമൊക്കെ പണ്ട് ഒരു തമിഴ് നടൻ ചെയ്ത പോലെ കാർഡ്ബോർഡ് പെട്ടിയിലാക്കി കട്ടിലിനടിയിൽ വയ്ക്കാൻ ഒക്കുമോ? വീട് നിറഞ്ഞു പോകും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാനൊരു മീൻ കട തുടങ്ങും. പിന്നീട് അത് സിറ്റിയിൽ പലയിടത്ത് വ്യാപിപ്പിക്കും. പല ജില്ലകളിലുമായി പടരുന്ന ഒരു ചെയിനാക്കി മാറ്റും. കച്ചവടം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 10,000 രൂപയുടെ മീൻ രാവിലെ മാർക്കറ്റിൽ നിന്നും എടുക്കും. അത് ചിലരൊക്കെ വന്ന് വാങ്ങും. മിക്കവാറും വലിയ കച്ചവടമൊന്നുമില്ല. വിറ്റില്ലെങ്കിൽ വൈകുന്നേരം ഏതെങ്കിലും തോട്ടിൽ കൊണ്ടുപോയി തള്ളും. പക്ഷെ കടയിൽ എൻ്റെ വിശ്വസ്തനായ കാഷ്യർ ഒരു 2 ലക്ഷം രൂപയുടെ ബില്ലടിക്കും. 2 ലക്ഷം രൂപയുടെ മീൻ വിറ്റതായി രേഖകളിൽ കാണിക്കും. അച്ഛന് വരുന്ന കൈക്കൂലി പണത്തിൽ നിന്നും 2 ലക്ഷം രൂപയെടുത്ത് ഈ വരുമാനമായി കാണിച്ച് ബാങ്കിൽ അടയ്ക്കും. അങ്ങനെ ഒരു ദിവസം 10 കടകൾ വഴി 20 ലക്ഷം ബാങ്കിൽ അടയ്ക്കാം. അതിനുവേണ്ടി ഇൻകം ടാക്സും GSTയും അടച്ചാൽ ആ പണം വെളുത്തു. ഇതിൻ്റെ പേരാണ് മണി ലോണ്ടറിങ്. വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു എങ്ങനെയാണ് കൈക്കൂലി പണം വെളുപ്പിച്ചെടുക്കുന്നത് എന്ന്. ഇനി എന്തെങ്കിലും ആരെങ്കിലും ഇടങ്കോലിട്ട് പ്രശ്നമുണ്ടാക്കിയാൽ ഞാൻ കേസ് പറയും. കോടതിയിൽ തൊണ്ടിയായി കൊണ്ടുവരേണ്ടത് മീനാണ്. ED വന്ന് റെയ്ഡ് ചെയ്ത് മീൻ തെളിവായി എടുത്തുകൊണ്ടു പോകുമോ? അവിടെ മുഴുവൻ നാറിക്കുളമാകും. എത്ര ദിവസം തൊണ്ടി സൂക്ഷിക്കും? മാത്രമല്ല, മീൻ ഫ്രീസറിലൊക്കെ വെച്ച് സൂക്ഷിക്കാമെന്ന് വെച്ചാലും അതിൻ്റെ എവിഡൻറ്ററി വാല്യൂ നഷ്ടപ്പെടും. കാരണം അതിലേക്ക് ഐസും മറ്റും ഇട്ടുകൊടുക്കുന്നതിൻ്റെ പ്രശ്നമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആ മീൻ ഈ അഴിമതിക്കാരൻ്റെ മീനാണെന്ന് തെളിയിക്കുക പ്രയാസമാണ്. പാശ്ചാത്യ നാടുകളിൽ നഗരങ്ങളിൽ കാണുന്ന ആളും കച്ചവടവുമില്ലാത്ത ധാരാളം ക്യൂരിയോ ഷോപ്പുകൾ, മുട്ടായി വിൽക്കുന്ന കടകൾ, കാർ വാഷുകൾ, ലാൻഡ്രോമാറ്റുകൾ, ഡാൻസ് ബാറുകളൊക്കെ ഇങ്ങനെ പണം വെളുപ്പിക്കാനുള്ള സംവിധാനങ്ങളാണ്. ന്യൂയോർക്കിലും ലണ്ടനിലും മറ്റും കാണുന്ന മുട്ടായി കടകളാണ് ഏറെ രസകരം. എത്ര വിറ്റാലും വാടക പോലും മുതലാവാത്ത കടകളാവും. പക്ഷെ കേസായാൽ തൊണ്ടിയായി ഈ കടയിലെ ടൺ കണക്കിന് വരുന്ന മുട്ടായി മുഴുവൻ കോടതിയിലെത്തിക്കണം. ബ്രിട്ടനിൽ ഇപ്പോൾ പടർന്നു പിടിക്കുന്നത് തുർക്കിഷ് സലൂണുകളാണ്. ഓരോ ടൗണിലും 100 കണക്കിന് തുർക്കിഷ് സലൂണുകൾ വരുന്നു. ഇതിന് പിന്നിൽ മണി ലോണ്ടറിങ് ആണ് എന്ന് ബ്രിട്ടീഷ് പോലീസ് സംശയിച്ച് പരിശോധന നടത്തിയാലും ഒന്നും കണ്ടെത്താൻ കഴിയില്ല. ഈ തുർക്കിഷ് സലൂണിനെ കുറിച്ച് ഇദ്ദേഹം എഴുതിയതല്ല കേട്ടോ. GSTയും ഇൻകം ടാക്സും അടച്ചാൽ കള്ളപ്പണം വെളുക്കും. പക്ഷെ അതിൻ്റെ പേരാണ് മണി ലോണ്ടറിങ്. അത് നിയമവിരുദ്ധമാണ്. അന്വേഷിക്കലാണ് EDയുടെ പണി. കള്ള ഇൻവോയ്സിൽ പണം ഒപ്പിട്ട് വാങ്ങിച്ച് ടാക്സ് അടച്ചാൽ പണം വെളുക്കും എന്ന ബേസിക് ഫ്രോഡ് യുക്തിയാണ് ജുംബ തൊമാച്ചനും ശിഷ്യഗണങ്ങളും വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നിയമപ്രകാരം അത് മണി ലോണ്ടറിങ് ആണ്. 10 കൊല്ലം മുൻപ് പൂമരൻ ഉൾപ്പെടെയുള്ളവർ ആരും പൊതുവിൽ പറയാത്ത ഒരു പ്രയോഗം നടത്തിയത് ഓർമ്മയുണ്ടോ? ബോഡി കോർപ്പറേറ്റ്. സാധാരണ ഇംഗ്ലീഷ് എല്ലാവരും പറയുന്ന കോർപ്പറേറ്റ് ബോഡി എന്നല്ല അവന്മാർ പറഞ്ഞത്. നിയമഭാഷയിൽ ഉപയോഗിക്കുന്ന ബോഡി കോർപ്പറേറ്റ് എന്നാണ്. മറ്റേ പൈസ അടിച്ചു മാറ്റാൻ തുടങ്ങിയ കടം വാങ്ങൽ വികസന കമ്പനി നമ്മളെ കുഴപ്പിക്കാൻ അതും പറഞ്ഞു കൊടുത്തത് ഈ ജൂബ തോമാച്ചനാണ്. ഇവറ്റകൾ വിചാരിച്ചു വച്ചിരിക്കുന്നത് മലയാളികൾ മൊത്തം മണ്ടന്മാരാണെന്നാണ്. അല്ല, നിങ്ങളാണ് മണ്ടന്മാർ എന്ന് ജനങ്ങളുടെ മറുപടിയാണ് 35 സീറ്റിലൊതുക്കി തോൽപ്പിച്ചു വിട്ടത്. അതുപോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത വിഡ്ഢിക്കൂഷ്മാണ്ഡങ്ങൾ. ഈ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ കണ്ട് ജനങ്ങൾ കോരിത്തെരിച്ചിരിക്കുകയാണെന്നാണ് ഇവറ്റകളുടെ വിശ്വാസം. സത്യത്തിൽ ഈ കുറിപ്പ് ഞാൻ വായിക്കാൻ കാരണം, എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ
നിയമപരമായി കൈക്കൂലി വാങ്ങുന്നത് എന്ന് വ്യക്തമാക്കാനാണ്. അതിന് പേരിൽ ബഹളം വെച്ച് കയ്യടി കിട്ടുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രതീക്ഷ നിഷ്ഫലമാണ് എന്ന് പറയാനാണ്. ഇക്കൂടെ വായിച്ച് കേൾപ്പിക്കേണ്ട മറ്റൊരു കുറിപ്പ് ബൈജു സ്വാമി എഴുതിയതാണ്. ബൈജു സ്വാമി സാമ്പത്തിക കാര്യ വിദഗ്ധനാണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് ഇക്കൂട്ടത്തിൽ അതുകൂടി ചേർക്കുന്നത്. കമ്പനിയുടെ വാല്യുവേഷൻ മോഡൽ ഉണ്ടാക്കുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്ങിൽ ഏറ്റവും വിഷമം പിടിച്ച ഗുലുമാലാണ് ഡ്യൂ ഡിലിജൻസിനെ അമർചന്ദ് മംഗൾദാസ്, ഡാരഷോ, ബിഗ് ഫോറയുള്ള ലീഗൽ കൺസൾട്ടിംഗ് ഫേമുകൾക്ക് ഡാറ്റ ഉണ്ടാക്കി കൊടുക്കൽ. അവർ ചെയ്യേണ്ട പണി ആണെങ്കിലും അവർ അത് മർച്ചന്റ് ബാങ്കുകളുടെ തലയിലിടും. അവർ ഡിസ്ക്ലെയിമർ നോട്ട് എഴുതി ഒരു സീൽ വെക്കാൻ ഡീൽ സൈസിന്റെ വലിപ്പം നോക്കി 50 ലക്ഷം മുതൽ മുകളിലേക്കുള്ള തുക വാങ്ങും. മർച്ചന്റ് ബാങ്കറുടെ സ്റ്റാഫ് പട്ടിപ്പണിയെടുത്ത് ഡാറ്റ ഉണ്ടാക്കി കൊടുക്കണം. അതിൽ ഏറ്റവും വിഷമം പിടിച്ച ഡാറ്റയാണ് ബാങ്കിങ് സ്റ്റേറ്റ്മെന്റ് അരിച്ച് ഓരോ ട്രാൻസാക്ഷനും വെറ്റ് ചെയ്യൽ. പ്രൊമോട്ടർ ഏതെങ്കിലും വിധത്തിൽ കമ്പനിയിൽ നിന്ന് ഊറ്റിയെടുക്കുന്നുണ്ടോ, ഷെയർ ഹോൾഡർക്ക് അർഹമായ കാശ് അടിച്ചു മാറ്റുന്നുണ്ടോ എന്നൊക്കെ ഫ്രോഡ് ഡിറ്റൻഷൻ സോഫ്റ്റ്വെയറും നമ്മുടെ എഫർട്ടും വഴി കണ്ടെത്തി അത് ഡ്യൂ ഡിലിജൻസ് റിസ്ക്കായി കാണിക്കണം. ചില അലവലാതി പ്രൊമോട്ടർമാർക്ക് കുറേയേറെ അക്കൗണ്ടുകൾ ഉണ്ടാകും. അതിലൂടെ കറക്കിയാണ് കൈക്കൂലി മുതൽ സ്റ്റെപ്പിനുകൾക്ക് പാരിതോഷികം കൊടുക്കൽ പോലും. ഡയമണ്ട് നെക്ലേസ് വാങ്ങിയത് കമ്പനിയുടെ അക്കൗണ്ടിലാകും. അപ്പോൾ അത് വെറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. കമ്പനി ഡയമണ്ട് നെക്ലേസ് ഇട്ടാണോ നടക്കുന്നത് എന്ന ചോദ്യം പ്രൈവറ്റ് ഇക്വിറ്റി ഇടുന്ന ഫോറിൻ ഫണ്ടുകൾ ചോദിക്കുന്നത് കമ്പനിയുടെ മേടല്ല, ഡീലിലെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറോടാണല്ലോ. പ്രൊമോട്ടറുടെ എല്ലാ അക്കൗണ്ടുകളും സ്ക്രൂട്ടിനി ചെയ്യാതെ ഡയമണ്ട് നെക്ലേസ് അക്കൗണ്ട് മറച്ചു പിടിക്കാൻ സാധിക്കില്ല. കാരണം ഈ ഫണ്ടുകളുടെ കൃത്യമായ ഡാറ്റ അവരുടെ കയ്യിൽ നമുക്ക് മുന്നേ കിട്ടിക്കാണും. കൂടാതെ കുറേ ഏറെ അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്നത് തന്നെ ഈ കറക്ക് പരിപാടി, ഇംഗ്ലീഷിൽ റൗണ്ട് ട്രിപ്പിംഗ് ഉദ്ദേശിച്ചാണെന്ന് നമുക്ക് മുന്നേ തട്ടിപ്പ് കൊണ്ട് ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളും പിടിച്ചെടുത്ത സായിപ്പിനറിയാം. അപ്പോൾ മറച്ചു പിടിച്ചാൽ അവർ മുഖത്തു നോക്കി പറയും ഗെറ്റ് ഔട്ട് ഹൗസ്. ഇന്നിപ്പോൾ വീണ വിജയന്റെ 242 ബാങ്ക് അക്കൗണ്ടുകൾ ED മരവിപ്പിച്ചു എന്ന വാർത്ത കണ്ടു. അതിൽ നിന്ന് തന്നെ അറിയാം എക്സാലോജിക് നടത്തിയിരുന്ന മണി ലോണ്ടറിംഗ് ആണെന്ന്. മൂന്നാർ തോമ പറയുന്നത് പോലെ TDSഉം GST അടച്ചും മണി ലോണ്ടറിംഗ് ചെയ്യാൻ പറ്റും. അത് മൂന്നാർ തോമയുടെ ചങ്കായിരുന്ന സാന്റിയോഗ മാർട്ടിൻ പോലും കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് മൊട്ടഭായി കനിഞ്ഞില്ലെങ്കിൽ വീണമോളുടെ മേലുള്ള കുരുക്കും മുറുകും ദാസപ്പ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. മൂന്നാർ തോമ എന്ന് പറയുന്നത്, ജൂബ തോമ എന്നൊക്കെ പറയുന്നത് തോമസ് ഐസക്കാണ്. മൊട്ടഭായി എന്ന് പറയുന്നത് അമിത്ഷായാണ്. ബൈജു സ്വാമി എപ്പോഴും ഇങ്ങനെയാണ് കുറിപ്പെഴുതുന്നത്. ഈ കള്ളപ്പണ ഇടപാടിലെ സാമ്പത്തിക ശാസ്ത്രം വിശദീകരിക്കാൻ വേണ്ടിയാണ് ഈ 2 കുറിപ്പ് ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അല്ലെങ്കിൽ ജൂബ തോമ പറയുന്നത് പോലെ ഇതിലൊരു ക്രൈമും നടന്നിട്ടില്ല, പിണറായി ടാർഗറ്റ് ചെയ്യുകയാണ് എന്ന സൈബർ കമ്മികളുടെ തിയറി പാവപ്പെട്ട സഖാക്കൾ വിശ്വസിച്ചു പോകും. പ്രിയപ്പെട്ട സഖാക്കളെ തിരിച്ചറിയുക. നിങ്ങളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ചെങ്കൊടി കാണിച്ച് ഇവറ്റകൾ കാട്ടിക്കൂട്ടിയത് മുഴുവൻ അഴിമതിയും കൈക്കൂലിയും വൃത്തികേടുമാണ്. അതാണിപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ തെരുവിലിറങ്ങി ജയിലിലായി പണി ചോദിച്ചു വാങ്ങരുത്. നിങ്ങളുടെ പാർട്ടിയെ തിരുത്തണമെങ്കിൽ സമൂല പരിഷ്കാരം വേണം. ഈ അഴിമതിക്കാർ, കൈക്കൂലിക്കാർ, അവർക്ക് കുടപിടിക്കുന്ന നേതൃത്വം അവരെ അടിമുടി ആറ്റിലെറിയണം. അല്ലെങ്കിൽ CPM ഇനി കേരളത്തിൽ ഭാവി ഉണ്ടാവില്ല.